Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ശബ്ദതരംഗങ്ങൾ അതുപോലെ അനുനാദം എന്നിവയുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ഭാഗം നോക്കൂ. 256 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ച് അതിന്റെ തണ്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നു എന്ന് കരുതുക. അപ്പോൾ മേശ കമ്പനം ചെയ്യുകയും അതിൽ നിന്ന് ശബ്ദമുണ്ടാകുകയും ചെയ്തു. പിന്നീട് 288 ഹെർട്സ് ആവൃത്തിയുള്ള മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് ഇതേ മേശപ്പുറത്ത് വെച്ചപ്പോൾ ഒരു പ്രത്യേകതയുണ്ടായി. മേശയിൽ നിന്നും പരമാവധി ഉച്ചതയിൽ ശബ്ദം കേട്ടു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആദ്യത്തെ സാഹചര്യത്തിൽ മേശയുടെ കമ്പന ആവൃത്തി എത്രയായിരിക്കും? എന്താണ് അതിന്റെ കാരണം? ഉത്തരം വളരെ ലളിതമാണ്. മേശയുടെ കമ്പന ആവൃത്തി 256 ഹെർട്സ് തന്നെയായിരിക്കും. കാരണം ഇതൊരു പ്രണോദിത കമ്പനമാണ്. പ്രണോദിത കമ്പനത്തിൽ കമ്പനം ചെയ്യുന്ന വസ്തുവായ മേശയുടെ ആവൃത്തി അതിനെ പ്രേരിപ്പിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിക്ക് കൃത്യമായി തുല്യമായിരിക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അങ്ങനെയെങ്കിൽ മേശയുടെ സ്വാഭാവിക ആവൃത്തി എത്രയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? മേശയുടെ സ്വാഭാവിക ആവൃത്തി 288 ഹെർട്സ് ആയിരിക്കും. ഇതെങ്ങനെ മനസ്സിലാക്കാം? 288 ഹെർട്സ് ട്യൂണിംഗ് ഫോർക്ക് വെച്ചപ്പോഴാണ് പരമാവധി ഉച്ചതയിൽ ശബ്ദം കേട്ടത് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അതായത് അവിടെ കൃത്യമായി അനുനാദം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അനുനാദത്തിൽ എപ്പോഴും കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി പ്രേരിപ്പിക്കുന്ന വസ്തുവിന്റെ ആവൃത്തിക്ക് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഉത്തരം 288 ഹെർട്സ് ആയത്. ഇനി മൂന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ സാഹചര്യത്തിൽ പരമാവധി ഉച്ചതയിൽ ശബ്ദം കേൾക്കാൻ യഥാർത്ഥ കാരണമെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂണിംഗ് ഫോർക്കും മേശയും തമ്മിൽ അവിടെ അനുനാദത്തിൽ ആയിരിക്കുന്നതുകൊണ്ടാണ് പരമാവധി ഉച്ചത കേട്ടത്. അനുനാദം സംഭവിക്കുമ്പോൾ എപ്പോഴും കമ്പനത്തിന്റെ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് പരമാവധിയായിരിക്കും. ആയതി കൂടിയാൽ ഉച്ചതയും കൂടും. ഇതാണ് യഥാർത്ഥ കാരണം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. നമുക്ക് ഭാഗം ബിയിലെ രണ്ടാമത്തെ ചോദ്യം കൂടി ഒന്ന് നോക്കാം. കുട്ടി എ 10 മീറ്റർ നീളമുള്ള ഒരു ചെറിയ മുറിയിലും കുട്ടി ബി 40 മീറ്റർ നീളമുള്ള വലിയൊരു മുറിയിലും നിൽക്കുന്നു എന്ന് കരുതുക. രണ്ടുപേരും ഒരേ സമയം അവരവരുടെ മുറിയിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയാൽ ഇതിൽ ആർക്കാണ് പ്രതിധ്വനി കേൾക്കാൻ കഴിയുക? ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണമെന്ത്? കുട്ടി ബിക്ക് ആയിരിക്കും പ്രതിധ്വനി വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുക. ഇതിലെ ശാസ്ത്രീയ തത്വം ഇതാണ്: ഒരു പ്രതിധ്വനി വ്യക്തമായി കേൾക്കണമെങ്കിൽ ശബ്ദം പ്രതിപദിക്കുന്ന പ്രതലത്തിലേക്ക് നമ്മുടെ അടുത്തുകൂടി കുറഞ്ഞത് 17.5 മീറ്റർ ദൂരം നിർബന്ധമായും ഉണ്ടായിരിക്കണം. മനുഷ്യകർണത്തിന്റെ ഒരു പ്രത്യേകതയായ ശ്രവണസ്ഥിരത കാരണമാണ് ഈ കുറഞ്ഞ ദൂരം ആവശ്യമായി വരുന്നത്. നമ്മുടെ ചെവിയിൽ ഒരു ശബ്ദം 0.1 സെക്കൻഡ് നേരത്തേക്ക് തങ്ങി നിൽക്കും. കുട്ടി നിൽക്കുന്ന മുറിയുടെ നീളം വെറും 10 മീറ്ററാണ്. ഇത് 17.5 മീറ്ററിനേക്കാൾ വളരെ കുറവായതിനാൽ അവിടെ പ്രതിധ്വനി ഉണ്ടാകില്ല. എന്നാൽ കുട്ടി ബി നിൽക്കുന്ന മുറിയുടെ നീളം 40 മീറ്ററാണ്. ഇത് 17.5 മീറ്ററിനേക്കാൾ കൂടുതലായതിനാൽ അവിടെ പ്രതിധ്വനി വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കും. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഹാപ്പി ലേണിംഗ്.